ഇന്നൊരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയാലോ? അതും പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് വെച്ചിട്ട്. എൻ്റെ വീട്ടിൽ തന്നെ നിന്ന് നല്ല നാടൻ പാഷൻ ഫ്രൂട്ട് അത് പറിച്ച് ഞാൻ സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ അതിന് ജ്യൂസാക്കി മാറ്റാം. എനിക്കിവിടെ 3 കപ്പ് ജ്യൂസ് കിട്ടിയോണ്ട് 3 കപ്പ് പഞ്ചാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പാനി തിളയ്ക്കുമ്പോൾ ഇച്ചിരി പാലൊഴിച്ച് പഞ്ചാരയിലുള്ള പൊടിയും അഴുക്കൊക്കെ മാറ്റിക്കളയാം. ഇച്ചിരി പുതിന ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളയ്ക്കുമ്പം ഇല മാറ്റി കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് നാരങ്ങ നീരും എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവുമ്പോൾ 1 കപ്പ് പൾപ്പും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ കുറുകി കഴിഞ്ഞാൽ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. സ്ക്വാഷ് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ കുപ്പിയിലൊഴിച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഈ സ്ക്വാഷ് വെച്ചിട്ട് നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. ഒരു ഗ്ലാസ്സിലോട്ട് 1/2 നാരങ്ങയുടെ ചാറ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഇച്ചിരി പുതിന, ഇഞ്ചിയുടെ ചാറ് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന സ്ക്വാഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഫ്ലേവേർഡ് സോഡയോ സാദാ സോഡയോ ചേർക്കാം. ഇതിന് സ്ക്വാഷ് തന്നെ വേണമെന്നില്ല, സാദാ പാഷൻ ഫ്രൂട്ടും ഉപയോഗിക്കാം. പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ റെഡി. വേനൽക്കാലമല്ലേ, ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ.